സംസ്ഥാനത്ത് കൂടുതൽ സീറ്റ് നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. പൗരത്വ വിഷയം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക്, വികസനം തുടങ്ങിയ വിഷയങ്ങൾ മുന്നണിക്ക് അനുകൂലമാണെന്നതാണ് LDFന്റെ ആത്മവിശ്വാസം. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണത്തിന്റെ ആദ്യ റൗണ്ട് പൂർത്തിയാക്കിയ LDF തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. പരിചയസമ്പന്നരായ മുതിർന്ന സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം പൊതുവിൽ ഗുണകരമാണ്. മുതിർന്ന നേതാക്കൾ സ്ഥാനാർത്ഥിയായി വന്നത് പത്തനംതിട്ട പോലെയുള്ള UDF ശക്തികേന്ദ്രങ്ങൾ പോലും വിജയപ്രതീക്ഷ നൽകുന്നുവെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പൗരത്വ വിഷയത്തിലെ കേന്ദ്ര വിജ്ഞാപനം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മുന്നണിയും സംസ്ഥാന സർക്കാരും സ്വീകരിച്ച സമീപനത്തിന് പൊതുവിൽ സ്വീകാര്യതയുള്ളതിനാൽ ന്യൂനപക്ഷ പിന്തുണ വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ. ഭരണവിരുദ്ധ വികാരം ചെറിയ തോതിലുണ്ടെങ്കിലും 3 ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിലൂടെ അത് പരിഹരിക്കാനാവുമെന്നാണ് LDF നേതൃത്വം കരുതുന്നത്. പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണം, കലോത്സവ വിവാദം തുടങ്ങിയ SFI കേന്ദ്രബിന്ദുവായ വിവാദങ്ങൾ ചർച്ചയാകുന്നതിൽ മാത്രമാണ് മുന്നണിക്ക് നേരിയ തോതിൽ ആശങ്കയുള്ളത്. ബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങൾ ശക്തി ക്ഷയിച്ചതോടെ കേരളം മാത്രമാണ് ഇടതുപക്ഷത്തിന് പ്രതീക്ഷ വെക്കാവുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് LDFന് ജീവൻ മരണ പോരാട്ടമാണ്. റിപ്പോർട്ടർ, ആലപ്പുഴ.